മഴ കാരണം ഇന്ന് ഓഫീസിൽ വണ്ടിയിൽ പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ഓട്ടോയും കാത്ത് റോഡിലേക്ക് നോക്കി നിൽക്കുന്നു. എന്താണ് ഇത്ര നേരമായിട്ട് ഓട്ടോ വരാത്തതെന്ന് വിചാരിച്ച് നിൽക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും. അങ്ങനെ ഓഫീസിലെത്തി വർക്കൊക്കെ കഴിഞ്ഞു. ഉച്ച സമയം, നല്ല വിശപ്പ്. ഇന്ന് ചോറ് കൊണ്ടുവരാത്തത് കൊണ്ട് കോട്ടുമിട്ട് മേഘയോട് ടാറ്റയും പറഞ്ഞ് പ്രജീഷിൻ്റെ കൂടെ ഹോട്ടലിലേക്ക്. നല്ല തിരക്ക് റോഡിൽ. അങ്ങനെ അവസാനം ന്യൂലാൻഡിലേക്ക് എത്തി. ന്യൂലാൻഡിൻ്റെ പടികൾ കയറി അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഗൈസ്. മന്തി തീർന്നിരിക്കുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് നിന്ന് എനിക്ക് അവസാനം അവർ ഒരു മന്തി തന്നു. അങ്ങനെ മന്തിയുമായി സന്തോഷത്തോടെ പുറത്തേക്ക് ചെന്നപ്പോൾ വണ്ടിയുടെ പെട്രോൾ തീർന്നു. എങ്ങനെയോ പെട്രോൾ പമ്പ് വരെ എത്തി. താ കണ്ടില്ലേ, താറാവിനെ പോലെ എഴിഞ്ഞു നീങ്ങുന്ന പ്രജീഷ്. അങ്ങനെ പെട്രോൾ പമ്പിലെത്തി. മന്തിയുമായി പെട്രോൾ പമ്പിലേക്ക് എണ്ണയടിച്ചു കഴിഞ്ഞ് ഓഫീസിലേക്ക് എത്തി. അഭിമന്യു എന്തോ വലിയ ആലോചനയിലാണ്. അങ്ങനെ എല്ലാവരും കഴിച്ച് വിശ്രമത്തിലാണ്. ഞങ്ങൾ മാത്രം ബാക്കി. അങ്ങനെ ഒരു ക്വാർട്ടർ മന്തി ഞാനും പ്രജീഷും മേഘയും കഴിച്ചു. ഉണ്ണിക്കണ്ണന് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, പെട്രോൾ പമ്പിലെ എൻ്റെ മന്തിക്കഥ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.